എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനായി അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾക്ക് അനുമതി നിഷേധിച്ച ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് എംപി രാജ്മോഹൻ ഉണ്ണിത്താൻ ചെറുപുഴയിൽ നടത്തുന്ന ഉപവാസ സമരം ആരംഭിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ ഉപവാസനാധാരമായ കാര്യം നമുക്കറിയാം. ഇവിടെ പഞ്ചായത്തിന് പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം ഹൈമാക്സ് ലൈറ്റ് വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളും സ്പോട്ടുകൾ നിർദ്ദേശിച്ചുകൊണ്ട് പഞ്ചായത്തിന് കത്ത് കൊടുക്കുകയുണ്ടായി. ഈ കത്ത് കൊടുക്കുമ്പോൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എന്താണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പല രീതിയിലുള്ള അപേക്ഷകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എത്തും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നാട്ടിലെ ഒരു ജനകീയ MP ആകുമ്പോൾ ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ എല്ലാ തലത്തിലുള്ള ജനങ്ങളുമായുള്ള ബന്ധമുള്ളത് കൊണ്ട് തന്നെ അവരുടേതായ രീതിയിലുള്ള, അത് മതസംഘടനകളാകാം, പള്ളികളാകാം, അമ്പലങ്ങളാകാം, അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളാകാം, അല്ലെങ്കിൽ സാംസ്കാരിക നിലയങ്ങളാകാം, അല്ലെങ്കിൽ വ്യാപാരി വ്യവസായികളാകാം, അത്തരത്തിൽ അല്ലെങ്കിൽ സ്കൂളുകളാകാം, നാനാ തുറയിലുള്ള ജനങ്ങളും അദ്ദേഹത്തെ സമീപിക്കുക സ്വാഭാവികമാണ്. ജനകീയ MP ആണെങ്കിൽ സമീപിക്കും. ഇതിനു മുമ്പുണ്ടായ MPയെ ഒരുപക്ഷെ ആരും സമീപിച്ചിട്ടുണ്ടാകില്ല, അദ്ദേഹം ഹൈമാക്സിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ജനകീയ MP എന്ന നിലയിൽ അദ്ദേഹത്തെ ജനങ്ങൾ സമീപിക്കുമ്പോൾ ആ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പഞ്ചായത്തിൽ ഈ പറഞ്ഞ സ്ഥലങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കത്ത് കൊടുക്കുകയുണ്ടായി. പക്ഷേ പഞ്ചായത്ത് എന്താണ് ചെയ്തത്? പഞ്ചായത്ത് ആദ്യം അത് പാസാക്കി അതിനുശേഷമാണ് അത് പാസാക്കിയത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഇതിന്റെ മുകളിൽ നിന്നും ഓർഡർ വന്നപ്പോൾ പഞ്ചായത്ത് അധികാരികൾ, നമുക്കറിയാം പഞ്ചായത്ത് എങ്ങനെയാ കിട്ടി, ചുളുവിലൊരു പഞ്ചായത്ത് കിട്ടിയപ്പോൾ ആ ധാർഷ്ട്യത്തിന്റെ പുറത്ത് മുകളിലുള്ള നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അത് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം പഞ്ചായത്ത് എടുക്കുകയുണ്ടായി. എന്താണ് അതിന് കാരണമായി പറയുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് സാമ്പത്തിക ബാധ്യതയാണ് കടന്നു വരുന്നത് എന്നാണ്. സാമ്പത്തിക ബാധ്യത കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് തലത്തിൽ കിട്ടുന്ന ഒരു സംവിധാനം വേണ്ട എന്ന് വെക്കുന്നത് എവിടുത്തെ ന്യായമാണ്? പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു പഞ്ചായത്ത്, ഒരു ജനകീയ സഭ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ ബോഡി ചെയ്യേണ്ടത് എന്താണ്? സാധാരണ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണം, വെളിച്ചം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം. ഇത്തരം ദൗത്യങ്ങൾ ചെയ്യേണ്ട ഒരു സ്ഥാപനമാണ് പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ എന്ന് നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടോ ചെറുപുഴ പഞ്ചായത്തിന് മാത്രം ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല. വെള്ളവും കൊടുക്കാറില്ല, വെളിച്ചവും കൊടുക്കാറില്ല, പാർപ്പിടവും കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു പഞ്ചായത്തായി ചെറുപുഴ പഞ്ചായത്ത് മാറിയതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള മസിൽ പിടുത്തം? നമ്മളൊന്ന് പരിശോധിക്കണം. എന്തിനു വേണ്ടിയാണ് ഇത്? സാധാരണ ഞാൻ ഒരു കോർപ്പറേഷന്റെ ഒരു കൗൺസിലർ, നമ്മുടെ കോർപ്പറേഷനിൽ കടന്നപ്പള്ളി രാമചന്ദ്രനും സുമേഷും കൊണ്ടുവന്നിരിക്കുന്ന ഹൈമാക്സ് ലൈറ്റുകൾ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അത് നാട്ടിലെ വികസനത്തിന് വേണ്ടിയാണ്. വാർഡ് കൗൺസിലറായി ഞാൻ എന്റെ നാട്ടിലെ വികസനത്തിന് വേണ്ടി ഹൈമാക്സും മറ്റ് ആവശ്യങ്ങളും ഉന്നയിക്കും. അത് എന്റെ വാർഡിൽ ഇരിക്കുന്നത് സുമേഷ് MLA ആണ്. പക്ഷെ സുമേഷ് MLA CPM കാരനാണ് എന്ന് വിചാരിച്ച് അവിടെ വികസനം വേണ്ടേ? ഞങ്ങൾ ആവശ്യപ്പെടും, അവിടെ വികസനം വേണം. അതാണ് സാധാരണ നിലപാട്. പൊതുപ്രവർത്തന സാംസ്കാരിക രംഗത്ത് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും തന്റെ നാട്ടിൽ വികസനം കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കരണീയമായ കാര്യമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ പഞ്ചായത്തിൽ വെളിച്ചവും വേണ്ട, വെള്ളവും വേണ്ട എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. UDF ചെയർമാൻ ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി. കൃഷ്ണൻ മാസ്റ്റർ, നേതാക്കളായ KK സുരേഷ് കുമാർ, മഹേഷ് കുന്നുമ്മൽ, TP ചന്ദ്രൻ, ജോസഫ് മുള്ളമ്മട, M. ഉമ്മർ, റോഷി ജോസ്, ഉഷാ മുരളി, TV കുഞ്ഞമ്പു നായർ, ഷാജഹാൻ പ്ലാക്കൽ, മനോജ് വടക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു പാർലമെന്റ് അംഗത്തിന്റെ അവകാശങ്ങളും അധികാരങ്ങളും എന്താണ് എന്നുള്ളത്
പഞ്ചായത്ത് ബസ്സിന് അറിയാതെ പോയതിലുള്ള ഒരു തർക്കമാണ് ഇവിടെ നിലനിൽക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത, വിവരമില്ലാത്ത ഒരുപാട് പഞ്ചായത്ത് ബസ്സുമാർ നമ്മുടെ നാട്ടിലുണ്ട്. പള്ളിക്കൂടത്തിൽ പോകാൻ ഭാഗ്യം കിട്ടാത്ത പല ആളുകളും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് പഞ്ചായത്ത് ബസ്സന്മാരായിട്ടുണ്ട്. അവരെന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ നമുക്ക് ക്ഷമിക്കാം. പക്ഷേ ഇവിടുത്തെ പഞ്ചായത്ത് ബസ്സിൻ്റെ ഹൈസ്കൂൾ അധ്യാപകനായി റിട്ടയർ ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന് ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പഠിപ്പിക്കേണ്ടി വരുന്നതാണ് എൻ്റെ ദുഃഖം. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പഞ്ചായത്ത് ബസ്സിൻ്റെ അധികാരം എന്താണ്, MLA-മാരുടെ അധികാരം എന്താണ്, MP-യുടെ അധികാരം എന്താണ്? ഇതിനെക്കുറിച്ചൊരു സാമാന്യ വിവരം ഒരു പഞ്ചായത്ത് ബസ്സിന് ഇല്ലാതെ വരുന്നതിൻ്റെ തകരാറാണ് ഈ ചെറുപുഴയിൽ ഉള്ളത്. അതുകൊണ്ട് ആദ്യം അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ പാർലമെൻറ്റ് അംഗമായപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് 2.5 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഇട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു വർഷം 5 കോടി രൂപയാണ് ഫണ്ട്, 2.5 കോടി അക്കൗണ്ടിൽ ഇടുന്നു, 5 കോടി രൂപയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുക. ഞാൻ 5 കോടി രൂപയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു. 125ഓളം ഹൈമാസ് മിനിമാസ് ലൈറ്റുകൾ, അതടക്കം 5 കോടി രൂപ ഒരു വർഷത്തെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു. ഒരു MP-ക്ക് ഒരു വർഷം കിട്ടുന്ന ഫണ്ട് 5 കോടി രൂപയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ബസ്സിന് മനസ്സിലാക്കണം. 5 കോടി രൂപ, അതിൽ 75 ലക്ഷം രൂപ പട്ടിക ജാതിക്കാർക്ക് കൊടുത്തിരിക്കണം, മാൻഡേറ്ററിയാണ്. 37.5 ലക്ഷം രൂപ പട്ടിക വർഗക്കാർക്ക് കൊടുത്തിരിക്കണം, കൊടുത്തില്ലെങ്കിൽ ഫണ്ട് പാസ്സാവില്ല. 15 ലക്ഷം രൂപ ഫിസിക്കലി ഡിസേബിൾഡ്, അംഗവൈകല്യം വന്ന ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണം. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ഇന്ത്യയിലെ 545 MP-മാരും അങ്ങനെ ചെയ്തേ മതിയാവൂ. ആദ്യം താങ്കൾ അത് പഠിക്കണം. MP-മാർക്ക് എത്ര കോടി രൂപ ഫണ്ടുണ്ട്, ആ ഫണ്ടിൻ്റെ വിഹിതം എങ്ങനെയാണ്? ഒരു കൊച്ചുകുട്ടിക്ക് ക്ലാസ് എടുക്കുന്ന പോലെ ഞാൻ പറയാം. അങ്ങ് ഒരു ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്ററാണ്, അങ്ങേ പഠിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ പഠിപ്പിക്കാതെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ പഠിപ്പിക്കുകയാണ്. ഒരു MP-ക്ക് കിട്ടുന്ന 5 കോടി രൂപയിൽ 75 ലക്ഷം രൂപ പട്ടിക ജാതിക്കാർക്ക് കൊടുത്തിരിക്കണം, 37 ലക്ഷം രൂപ പട്ടിക വർഗക്കാർക്ക് കൊടുത്തിരിക്കണം, 15 ലക്ഷം രൂപ ഫിസിക്കലി ഡിസേബിൾഡ് കൊടുക്കണം. കണക്കറിയാവുന്ന അങ്ങ് കണക്ക് കൂട്ടിയിട്ട് പറ, ബാക്കി എത്രയാണ്? 1,25 ലക്ഷത്തോളം മാറി 5 കോടി തരുന്നു. ബാക്കി 3,75 ലക്ഷം. പഞ്ചായത്ത് ബസ്സിന് തർക്കമൊന്നുമില്ലല്ലോ. ആ 3,75 ലക്ഷമാണ് എനിക്ക് കിട്ടുന്നത്. ഒരു MP എന്ന് പറഞ്ഞാൽ 7 MLA-മാർ ചേരുന്നതാണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യുൻസി ആരംഭിക്കുന്ന തലപ്പാടി, മംഗലാപുരത്തിൻ്റെ അതിർത്തി മഞ്ചേശ്വരം, എൻ്റെ കോൺസ്റ്റിറ്റ്യുൻസി അവസാനിപ്പിക്കുന്നത് വളപട്ടണം പാലം കല്യാശ്ശേരിയുടെ അതിർത്തി. തലപ്പാടി മുതൽ വളപട്ടണം വരെ നീണ്ടു കിടക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുൻസിയാണ് കാസർഗോഡ്. ഇവിടെ ഇങ്ങോട്ട് മലയോര മേഖലയിൽ അതിർത്തി വന്നാൽ പനത്തടി, പിന്നെ സുള്ളിയ, അവിടെയാണ് അതിർത്തി. കേരളത്തിൽ ഇത്ര വലിയൊരു കോൺസ്റ്റിറ്റ്യുൻസി ഉണ്ടോ? അപ്പോൾ 7 അസംബ്ലി ഉണ്ട്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, അത് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട്, അത് കഴിഞ്ഞാൽ തൃക്കരിപ്പൂർ. കാസർഗോഡ് ജില്ലയിൽ 5 അസംബ്ലി പ്ലസ് കണ്ണൂർ ജില്ലയിൽ 2 അസംബ്ലി, പയ്യന്നൂർ, കല്യാശ്ശേരി. 7 അസംബ്ലി. 3,75,00,000. ഹൈസ്കൂളിലെ അധ്യാപകനായ ഞാൻ അലക്സാണ്ടറെ ഏൽപ്പിക്കാം. ഇത് 7ആയിട്ടൊന്ന് ഭാഗം വെച്ച്, അപ്പോൾ 3,75,00,000 ഡിവൈഡഡ് ബൈ 7 കഷ്ടിച്ച്
ഒരു 50 ലക്ഷം രൂപ ഒരു എം പിക്ക് ഒരു അസംബ്ലി കൊടുക്കാൻ പറ്റും. ദെൻ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് 61 പഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ചേർത്ത്. ഈ 3,75,00,000 ഡിവൈഡഡ് ബൈ 61 എത്ര കൊടുക്കാൻ പറ്റും ഒരു പഞ്ചായത്തിന്? കഷ്ടിച്ച് ഒരു പഞ്ചായത്തിന് ഒരു എം പിക്ക് 4 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. ഇത് ഒരു ഹൈസ്കൂൾ അധ്യാപകനായ അലക്സാണ്ടറെ പോലെ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ഒരാളെ പഠിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്.